രാജ്യം കാത്തിരിക്കുന്ന സ്പേസ് ഡോക്കിംഗ് ഉടൻ നടന്നേക്കുമെന്ന് ISRO അറിയിക്കുന്നുണ്ട്. ബഹിരാകാശത്തെത്തിയ ഇരട്ട ഉപഗ്രഹങ്ങളായ ടാർഗറ്റും ചേസറും കൂട്ടിച്ചേർക്കുന്ന ദൗത്യമാണ് സ്പേസ് ഡോക്കിംഗ്. നിലവിൽ ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം 15 മീറ്റർ മാത്രമായിട്ടുണ്ട്. വിവരങ്ങളുമായി മുഹമ്മദ് റഹീസ് ആണ് ചേരുന്നത് ചെന്നൈയിൽ നിന്നും. റഹീസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ സന്തോഷമുള്ള വാർത്തയാണ്. വലിയ പ്രതീക്ഷയുണ്ട് ISROയ്ക്ക് ഈ ഒരു ദൗത്യം പൂർണ്ണമായാൽ ഈ ദൗത്യം നടത്തുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. എങ്ങനെയാണ് ISRO വിവരങ്ങൾ പങ്കുവെക്കുന്നത്? നിലവിൽ പുരോഗതി ഉണ്ടോ? വെരി ഗുഡ് മോർണിംഗ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ISROയെ സംബന്ധിച്ചിടത്തോളം ഒരു സുപ്രധാന മോർണിംഗ് ആയിരിക്കും ഇത് എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇന്ത്യ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യത്തിലേക്ക് സത്യത്തിൽ ഒരു കൈയകല ദൂരം മാത്രം നിൽക്കുന്നു എന്ന് വേണം പറയാൻ. 15 മീറ്റർ മാത്രമാണ് ഈ രണ്ട് ഉപഗ്രഹങ്ങളും തമ്മിൽ ഇപ്പോൾ ബാക്കിയായിരിക്കുന്നത്. ആ ഒരു 15 മീറ്റർ കൂടി പൂർത്തിയാക്കാൻ കഴിഞ്ഞാൽ സ്പേസ് ഡോക്കിംഗ് ഇന്ന് തന്നെ നടക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാക്കിയിരിക്കുന്നു. അത് ഏതാണ്ട് 7 മണിയോടെ നടന്നേക്കുമെന്ന് അനൌദ്യോഗികമായ വിവരങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ദൗത്യമാണ്. ഒരു ഘട്ടത്തിലും അവസാന നിമിഷം പാളിപ്പോകാൻ പാടില്ലാത്തൊരു ദൗത്യമാണ്. അതുകൊണ്ട് നിലവിൽ അതിന്റെ ഓർബിറ്റുകളിൽ ഉണ്ടാകുന്ന ഏതൊരു വ്യത്യാസത്തെയും കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ട് മാത്രമേ ISRO ഡോക്കിങ്ങിലേക്ക് കടക്കുകയുള്ളൂ. ആ ഭ്രമണപഥത്തിൽ ഉണ്ടാകുന്ന ഏതൊരു ചെറിയ വ്യതിയാനവും നമ്മളുടെ ഈ ഒരു ചരിത്ര ദൗത്യത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടുകൂടി മാത്രമാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നേരത്തെ 2 തവണ ഡോക്കിംഗ് തീയതികൾ മുൻകൂട്ടി തീരുമാനിച്ച് അതിനുശേഷം അത് മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിരാശ ഉണ്ടായിരുന്നു, സത്യത്തിൽ ചെറിയ തോതിൽ ആശങ്കയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇപ്പോൾ മാറി വരികയാണ്. ഈ ഒരു 15 മീറ്റർ ഏതാണ്ട് ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിലൊക്കെ നിലവിൽ ഡോക്കിങ്ങിലേക്ക് സാധ്യമാകുന്ന തരത്തിൽ മാറ്റിയെടുക്കാൻ കഴിയും. പക്ഷേ അത് വളരെ സ്ലോ ആയിട്ടാണ് ഇനി നടക്കാൻ പോകുന്നത്. ജനുവരി 30 തുടങ്ങിയ ഒരു ദൗത്യമാണ് സ്പാഡക്സ് മിഷൻ. PSLV C60യിൽ 2 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കുന്നു. ശേഷം അതിനെ ഒരു കൃത്യമായ അകലത്തിൽ ഉറപ്പിക്കുന്നു. പിന്നീട് SDX-01, XDX-02 എന്നീ ഉപഗ്രഹങ്ങൾ, അത് ഒന്ന് ചേസറാണ്, മറ്റത് ടാർഗറ്റ് ആണ്. ഈ 2 ഉപഗ്രഹങ്ങളും തമ്മിലുള്ള ദൂരം ഇങ്ങനെ കുറച്ചു കൊണ്ടുവരുന്നു. അത് കൃത്യമായ വേഗത്തിൽ ഓരോ തവണയും ഭ്രമണപഥത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ച് ആ വേഗത കൂടി വ്യത്യസ്തപ്പെടുത്തി അത് കൃത്യമായി അടുപ്പിക്കുന്നു. അങ്ങനെ അടുപ്പിച്ച് ഇപ്പോൾ അത് 15 മീറ്റർ മാത്രം ദൂരത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു 50 അടി ദൂരത്തിലേക്ക് മാറ്റി വച്ചിരിക്കും, അത്രയും അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തായാലും ഇന്ന് ഒരുപക്ഷെ ഡോക്കിംഗ് നടന്നേക്കും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ബഹിരാകാശ വമ്പന്മാരായിട്ടുള്ള ചൈനയോടും അമേരിക്കയോടും ഒപ്പം തന്നെ റഷ്യയോടും ഒക്കെ കൂടെ ഇന്ത്യയുടെ പേര് കൂടി എഴുതി ചേർക്കപ്പെടും. ആ സുവർണ ദിനത്തിനായി തന്നെയാണ്, അല്ലെങ്കിൽ ആ സുവർണ ഒരു വാർത്തയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളും കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും റഹീസ്, ആ വാർത്തയുടെ പിന്നാലെയാണ് റഹീസ് എന്ന് നമുക്കും അറിയാം. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമായ, അല്ലെങ്കിൽ ബഹിരാകാശ ദൗത്യത്തിൽ ഏറെ നാഴികക്കല്ലാകുന്ന ഒരു ദൗത്യത്തിലാണ് ഇന്നിപ്പോൾ ISRO നടത്താൻ പോകുന്നത്. എല്ലാ കാലവും നമുക്ക് അഭിമാനകരമായ നേട്ടങ്ങൾ ഇങ്ങനെ സമ്മാനിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിലേറ്റവും പുതിയതായിട്ടുള്ള നേട്ടമായി മാറും ഇത്. അതൊരു ചരിത്ര നേട്ടം തന്നെയാണ്. അതിനായി നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ്.